ഹായ് ഫ്രണ്ട്സ്, KL41 സ്വിഗ്ഗി ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ സോണ് ആലുവയാണ്. ആലുവയിൽ ഉച്ചയ്ക്ക് 11 മണി മുതൽ 3 മണി വരെ ഓടിക്കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എനിക്ക് ആക്ച്വലി ആലുവയും സോണുണ്ട്, അങ്കമാലിയും സോണുണ്ട്, 2 സോണുണ്ട്. അപ്പോൾ ഈ 2 സോൺ ഉള്ളതിൻ്റെ ഒരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ആലുവയിൽ നിന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ നമുക്ക് അങ്കമാലി സൈഡിലേക്ക് ഓർഡർ അടിക്കുകയാണെങ്കിൽ ഈ 2 സോണിലുള്ള ആൾക്കായിരിക്കും കൂടുതലും ഈ ഓർഡർ അടിക്കാനുള്ള ചാൻസ്. അപ്പോൾ നമുക്ക് ലോങ് ഓർഡറും കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സോണുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ 18 മിനിറ്റ് ആയിട്ട് നമ്മൾ ഓൺലൈനിലാണ്. നമുക്കിതുവരെ ഓർഡറൊന്നും അടിച്ചിട്ടില്ല. ഒരു 11:30-ക്ക് ശേഷമൊക്കെ ആയിരിക്കും നമുക്ക് മിക്കവാറും ഓർഡർ ഉണ്ടാവാൻ ചാൻസ്. അത് കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് കണ്ടിന്യൂസ് ഓർഡർ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 18 മിനിറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡറിന് വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം 2 ദിവസം പാർട്ട് ടൈമായിട്ട് ഓടിപ്പോൾ നമുക്ക് കിട്ടിയ ഏണിങ്സാണ് ഈ 1382 രൂപ. ഇത് നമ്മൾ ഈ 655 നമ്മൾ അങ്കമാലി സോണിൽ ഉച്ചയ്ക്ക് ഓടിയിട്ട് കിട്ടിയതാണ്. പിന്നെ ഇത് 727 നമ്മൾ വൈകിട്ട് 5:30-ക്ക് ശേഷം ഒരു 10 മണി വരെ നിന്നിട്ട് ആലുവ സോണിൽ വൈകിട്ട് കിട്ടിയതാണ് ഈ 720. അപ്പോൾ 2 ദിവസം നമ്മൾ പാർട്ട് ടൈമായിട്ട് ഓടിക്കഴിഞ്ഞപ്പോൾ 1382 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിൽ ഓൺ ഫസ്റ്റ് ഓർഡറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇന്ന് നമ്മൾ ഉച്ചയ്ക്കാണ് ഇറങ്ങിയിട്ടുള്ളത്, അത് ആലുവ സോണിലാണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ നമുക്ക് അടിച്ചിട്ടുണ്ട് 11 കിലോമീറ്റർ 166 രൂപ, ഹോട്ടൽ പെരിയാറി എന്നാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് പിക്കപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓർഡർ പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റീച്ച്ഡ് പിക്കപ്പ് ലൊക്കേഷൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് സെൽഫി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സെൽഫി അപ്ലോഡ് ചെയ്തിട്ട് കാണാം. 12:04 ഫുഡ് റെഡി ആവുന്നതാണ് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 12:03 ആയിട്ടുണ്ട്. ചിലപ്പോൾ അതിൽ കൂടുതൽ സമയം എടുക്കും റെഡി ആവാനായിട്ട്. അപ്പോൾ ഐറ്റം എന്ന് പറയുന്നത് ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് ഓർഡർ നമ്മൾ പിക്കപ്പ് ചെയ്ത് ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും നമ്മളെങ്ങോട്ടേക്കാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് അതായത് അത്താണി സൈഡിലേക്കാണ് പോകേണ്ടത്. എയർപോർട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ടാണ് പോകേണ്ടത്. കുന്നുകര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. 11 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ലൊക്കേഷനിൽ നിന്ന് തൊട്ടടുത്താണ് നമ്മുടെ അങ്കമാലി സോണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അങ്കമാലി സോണിലേക്ക് ചാടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് അടുത്ത ഓർഡേഴ്സ് എടുക്കാം. അപ്പോൾ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഫുഡ് റെഡി ആകുമ്പോൾ ഇവിടെ ഓർഡർ ഈസ് റെഡി ഫോർ പിക്കപ്പ് എന്ന് നമുക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമ്മൾ ചില റെസ്റ്റോറൻറ്റ്സിൽ ഇതുപോലെ വരും, പക്ഷേ ഫുഡ് റെഡി ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നോട്ട് റെഡി കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഫുഡ് പിക്കപ്പ് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 166 രൂപയാണ് 11 കിലോമീറ്റർ ഓടിയാൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ഓർഡർ നോക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു ഓർഡർ അടിച്ചിട്ടുണ്ട്. സിഗ്നലിൽ നിൽക്കണതുകൊണ്ട് നമുക്ക് ഓർഡർ എടുക്കണത് കാണിക്കാൻ പറ്റിയില്ല. മല്ലുദാബയിലേക്കാണ് ഓർഡർ. ഏകദേശം 108 രൂപയുടെ ഓർഡറാണ്. ഏകദേശം 8 കിലോമീറ്ററാണ് പറയണത്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ റീച്ചിട്ട് ലൊക്കേഷൻ കൊടുക്കാം. വെയിലായതുകൊണ്ട് നല്ല ക്ലിയർ അല്ല, ഗ്ലെയർ ഉണ്ട്. അപ്പോൾ ഫുഡ് റെഡി ആയിട്ടില്ല, ഫുഡ് റെഡി ആയിട്ട് വേണം. സെക്കൻഡ് ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 110 രൂപ നമുക്ക് ഈ ഓർഡറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആലുവയിലൊരു ഫ്ലാറ്റിലേക്കായിരുന്നു ഓർഡർ. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഓർഡർ വരുമ്പോൾ കാണാം. അപ്പോൾ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. 7.85 കിലോമീറ്ററാണ്, 113 രൂപയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓർഡർ എടുക്കാം. ഓക്കെ, നമ്മളെന്തായാലും ഓർഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ലൊക്കേഷൻ കണ്ടിട്ട് കാണാം. അപ്പോൾ അടുത്ത ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റേഞ്ച് കുറവായ കാരണം പേയ്മെൻറ്റ് ലോഡാവണില്ല. കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ലോഡായിക്കോളും. ഓക്കെ, ലോഡായിട്ടുണ്ട്. അപ്പോൾ 114 രൂപയാണ് നമുക്ക് അടുത്ത ഓർഡറിന് കിട്ടിയിട്ടുള്ളത്. പിന്നെ അടുത്ത ഓർഡറിന് കാണാം. അപ്പോൾ സ്വിഗ്ഗിയിൽ നമ്മൾ 3.5 മണിക്കൂർ ഉച്ചയ്ക്ക് വർക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 390 രൂപയാണ്. നമ്മൾ ആകെ എടുത്തിട്ടുള്ളത് 3 ഓർഡറാണ്. നമുക്ക് കിട്ടിയ ഓർഡറുകളെല്ലാം
നല്ല വലിയ ഓർഡറുകളായിരുന്നു കേട്ടോ. $114, $110, $116. അപ്പോൾ നമുക്ക് എങ്ങനെ വന്നാലും ഒരു മണിക്കൂറിലൊരു 100-150 രൂപ പ്ലസ് എന്തായാലും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇലക്ട്രിക് വണ്ടിയിലാണ് ഞാൻ ഓടുന്നത്, അപ്പോൾ എനിക്ക് വേറെ പെട്രോൾ എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ മാക്സിമം നിങ്ങളൊരു 70 മൈലേജുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്വിഗ്ഗി നല്ല രീതിയിൽ ലാഭമായിരിക്കും. പിന്നെ ഇലക്ട്രിക് വണ്ടിയിൽ ഓടാണെങ്കിൽ നമുക്ക് ഒറ്റ രൂപയിലും പെട്രോൾ കാശോ കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് കിട്ടണ എമൗണ്ട് എല്ലാം നമുക്ക് പ്രോഫിറ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇതുവരെ ഒരു സബ്സ്ക്രൈബേഴ്സും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.